ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളേ ഈ ജിയുടെ ബെൻഡ് ടീ അല്ലെങ്കിൽ കപ്ലിങ് ഓസ്കോളർ ഇതൊക്കെ കുറച്ച് വർഷം പഴക്കമുള്ളത് ഊരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഊരാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് പലർക്കും അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണാൻ നിൽക്കരുത്, കാരണം വെറുതെ കമൻറ്റ് ഇട്ടിട്ട് കൊള്ളാക്കണ്ട. കാരണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യം കത്തിച്ചു കേട്ടോ. 2 പ്രാവശ്യം കത്തിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ജിയുടെ ആയതുകൊണ്ട് നല്ല ചൂടായാലാണ് നമുക്കിത് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ടെഫ്ലോൺ ടോപ്പൊന്നും അധികം ചിറ്റിയിട്ടുണ്ടാവില്ല. ഈ തുണി അല്ലെങ്കിൽ ചാക്ക് നൂല് ഷെല്ലാക്കൊക്കെ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിരിക്കും കഴിഞ്ഞാൽ ഇത് പോരില്ല. നമ്മൾ പൈപ്പ് വെച്ച് എങ്ങനെ വെച്ചാലും പോരില്ല. നമ്മളിത് കത്തിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് അയക്കാൻ കിട്ടിയത് കേട്ടോ. കാരണം നമ്മൾ ആദ്യം തന്നെ പൈപ്പ് റേഞ്ച് വെച്ച് നല്ല ബലം പിടിച്ചിട്ട് നമുക്കൊന്നും അയച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ഊരാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത് ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യാം.